നമസ്കാരം. നാൾക്ക് നാൾ പ്രതിരോധ ശക്തി ഇന്ത്യ വർദ്ധിപ്പിക്കുമ്പോൾ ഇന്ത്യയുടെ ഓരോ നീക്കവും തികച്ചും നെഞ്ചിടിപ്പോടെ കാണുകയാണ് പാകിസ്ഥാനും ചൈനയും. ഇന്ത്യയെ തൊടാൻ സ്വപ്നത്തിൽ പോലും ഒന്ന് കരുതിയാൽ മുച്ചൂട് മുടിച്ച് കയ്യിൽ കൊടുക്കും. അതാണ് ഇന്ത്യ. ഇന്ത്യ അതിർത്തികളിൽ മാത്രമല്ല, സൈനിക സാങ്കേതിക വിദ്യകളിലും സ്വയം പര്യാപ്തതയിലും ലോകശക്തിയായി മാറിക്കൊണ്ടിരിക്കുന്നു. പ്രതിരോധ ഗവേഷണം, ആയുധ നിർമ്മാണം, യുദ്ധതന്ത്രങ്ങൾ എല്ലാത്തിലും നമ്മൾ മുന്നേറ്റം നടത്തുകയാണ്. ഈ ദൗത്യങ്ങൾ പൂർത്തിയാകുമ്പോൾ ലോകത്തെ പ്രതിരോധ ഭൂപടം തന്നെ മാറും. അതിൽ ഇന്ത്യയുടെ സ്ഥാനം ഏറ്റവും മുകളിലായിരിക്കും. ഇന്ത്യയുടെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി അഗ്നി-6ന്റെ ശത്രുവിന്റെ റഡാറുകളെ കബളിപ്പിക്കാൻ കെൽപ്പുള്ള ഇലക്ട്രോണിക് ഗൗളർ ജെറ്റ്, ആളില്ലാത്ത യുദ്ധത്തിന്റെ ഭാവി നിർവചിക്കാൻ പോകുന്ന കാറ്റ്സ് വാരിയർ ഡ്രോണുകൾ, ഈ ആധുനിക ആയുധങ്ങൾ നമ്മുടെ സൈന്യത്തിന് നൽകാൻ പോകുന്ന ശക്തി എന്തായിരിക്കാം എന്നതിനെ കുറിച്ച് നോക്കാം. അഗ്നി-6 എന്നത് ഒരു സാധാരണ മിസൈൽ അല്ല. 10,000 കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള, അതായത് ഭൂഖണ്ഡങ്ങൾ താണ്ടാൻ പോലും കഴിവുള്ള ഭൂഖണ്ഡാന്തര മിസൈലാണത്. ഒരേ സമയം പല ലക്ഷ്യങ്ങളെ തകർക്കാൻ ശേഷിയുള്ള ഒന്നിലധികം വാർഹെഡ് അടങ്ങിയ ഇന്ത്യയുടെ മൂർച്ചയേറിയ കുന്തമുന, നമ്മുടെ ഏറ്റവും ശക്തമായ പ്രതിരോധ കവചം. ഇന്ത്യ ഇനി ലോകത്തെ ഏതൊരു ശക്തിക്കും ഒരു വെല്ലുവിളിയാണ് എന്നതിൽ തർക്കമില്ല. ചൈനയുടെയും പാകിസ്ഥാന്റെയും റഡാർ സംവിധാനങ്ങളെ കബളിപ്പിക്കാനായി ഇന്ത്യ സ്വന്തമായി ഇലക്ട്രോണിക് യുദ്ധവിമാനം നിർമ്മിക്കുന്നു. Su-30 ഗൗളർ നമ്മുടെ നിലവിലെ Su-30 തേജസ് M2 വിമാനങ്ങളിലും അത്യാധുനിക മോഡുലാർ റിനാപോഡുകളും സംയോജിപ്പിച്ച് ഉണ്ടാകുന്ന ഫൈറ്റർ ജെറ്റാണ് ഗൗളർ. ശത്രു രാജ്യത്തിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെയും യുദ്ധവിമാനങ്ങളുടെയും റഡാറുകൾ, ആശയവിനിമയ സംവിധാനങ്ങൾ എന്നിവയുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഗൗളർ ഉയർന്ന പവറുള്ള റേഡിയോ സിഗ്നലുകൾ പുറത്തുവിട്ട് ശത്രുവിന്റെ റഡാറുകൾക്ക് ശരിയായ സിഗ്നൽ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ സൃഷ്ടിക്കുന്നു. ഒരു വിമാനം എവിടെയാണെന്നും റഡാറിന് കൃത്യമായി കണ്ടെത്താൻ കഴിയാതെ വരുന്നു. Su-30 ഗൗളർ ഇന്ത്യയുടെ മറ്റ് യുദ്ധവിമാനങ്ങൾക്ക് പടച്ചട്ടയാകും. എന്തിന്, നമ്മുടെ ബ്രഹ്മോസ് മിസൈലുകൾ പോലും ഇത് ഒരു രക്ഷാ കവചമാകും. സൈബർ യുദ്ധത്തിന്റെ ഈ കാലത്ത് ഇന്ത്യയുടെ വ്യോമാതിർത്തി പൂർണ്ണമായും സുരക്ഷിതമാക്കുന്ന നീക്കമാണിത്. ആധുനിക യുദ്ധഭൂമിയിൽ ഇന്ത്യ കൃത്യമായ സ്ഥാനം അടയാളപ്പെടുത്തിയിരിക്കുന്നുണ്ട്. ആളില്ലാത്ത യുദ്ധം മുന്നിൽ കണ്ടുള്ള നീക്കങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് ഇന്ത്യ. അതിന്റെ ഭാഗമായാണ് 2500 കിലോമീറ്റർ ദൂരപരിധിയിലും 1200 കിലോ ഭാരമുള്ള കാറ്റ്സ് വാരിയർ എന്ന ഡ്രോൺ 2028 ആദ്യ പറക്കൽ നടത്താനുള്ള ഒരുക്കങ്ങളാണ്. ഇതൊരു തുടക്കം മാത്രമാണ്. ഇന്ത്യൻ സേനയുടെ ആവനാഴിയിലെ ആയുധങ്ങൾ ഇനിയും അനേകം. അവയിൽ ഭൂരിഭാഗവും മെയ്ഡ് ഇൻ ഇന്ത്യയാണ്. സാധാരണ ക്രൂയിസ് മിസൈലുകളുടെ ഭീമമായ വില ഉയർത്തുന്ന വെല്ലുവിളികളെ മറികടന്നുകൊണ്ട് വെറും 5 കോടി രൂപയിൽ താഴെ ചെലവിൽ 300 കിലോമീറ്റർ റേഞ്ചുള്ള എയർ ലോഞ്ചഡ് റോക്കറ്റ് പിനാക മാർക്ക് 4 കുറഞ്ഞ വിലയിൽ ശത്രുതാവളങ്ങളിൽ പ്രഹരങ്ങളുടെ പ്രളയം സൃഷ്ടിക്കാൻ ഇന്ത്യൻ സേനയുടെ പണിപ്പുരയിൽ തയ്യാറാകുന്ന മാരക ആയുധം. കൂടാതെ ലഡാക്ക് മുതൽ രാജസ്ഥാൻ വരെയുള്ള അതിർത്തിയിൽ ഇപ്പോഴും 3 പ്രിന്റഡ് ബങ്കറുകളാണ്. 3D പ്രിന്റിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പ്രത്യേക കോൺക്രീറ്റ് മിശ്രിത പാളികളായി നിക്ഷേപിച്ച് വളരെ വേഗത്തിലും കുറഞ്ഞ ചിലവിലും നിർമ്മിക്കുന്നു. ബാലിസ്റ്റിക് ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള അത്യാധുനിക സൈനിക താവളങ്ങളാണ് 3 പ്രിന്റഡ് ബങ്കറുകൾ. ആധുനികയുടെ വഴിയെ ഇന്ത്യ അതിവേഗം മുന്നോട്ട് കുതിക്കുകയാണ്. ഇറ്റലിയുടെ ബ്ലാക്ക് ഷാർക്ക് ഹെവിയറ്റ് ടോർപിഡോകളും ഇനി ഇന്ത്യയിൽ നിർമ്മിക്കും. ഇത് നമ്മുടെ നാവികസേനയ്ക്ക് വലിയ ഊർജമാകും. അങ്ങനെ 2025 ഇന്ത്യൻ സേനയിലെ പരിഷ്കരണങ്ങളുടെ വർഷമായി മാറുകയാണ്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വി ഡി സതീശൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച